ഞാൻ ശരണ്യ. ഞാനിപ്പോൾ ഉള്ളത് പേയാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ സുരക്ഷാ കമാൻഡോ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന ഓഫീസിലാണുള്ളത്. ഇത് കൈരളി നഗറിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഓഫീസായിരുന്നു. ഇപ്പോൾ ഇത് മാറ്റി ജനങ്ങളുടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ വിളപ്പിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഉദ്ഘാടന പരിപാടികൾ നടക്കുവാണ്. നമുക്ക് എന്തായെന്ന് നോക്കാം. സുരക്ഷാ കമാൻഡ് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ആസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. തിരുവനന്തപുരം വിളപ്പിൽ സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിന് നേരെ എതിർവശത്തായാണ് പുതിയ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. നേമം ബ്ലോക്ക് പ്രസിഡന്റ് ഷൺമുഖൻ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗീകൃത സ്ഥാപനങ്ങളിലേക്ക് സുരക്ഷാ ജോലിക്കാരെയും ശുചീകരണ തൊഴിലാളികളെയും നൽകുന്ന പ്രധാന കേന്ദ്രമാണിത്. കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നതിൻ്റെ ഭാഗമായാണ് മാറ്റം. തൊഴിൽ നൽകുന്നവർക്ക് പ്രത്യേക പരിശീലനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് സെക്യൂരിറ്റി സർവീസാണ്. സുരക്ഷാ കമാൻഡ് സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ്. ഞങ്ങൾ ഇവിടെ പേയാടാണ് ഞങ്ങളുടെ ഓഫീസ്. നേരത്തെ IOB ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ വിളപ്പിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളുടെ ഓഫീസ്. ഞങ്ങൾ സെക്യൂരിറ്റി ആൻഡ് ക്ലീനിങ് സർവീസാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തൊഴിലില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുക എന്നുള്ളൊരു സംരംഭമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 10-25ഓളം സൈറ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഗാർഡ് കൊണ്ട് ക്ലീനിങ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മെയിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റുകളാണ് ക്ലീനിങ് കൂടുതൽ ഞങ്ങൾ. ഫ്ലാറ്റ് നമ്മൾ പ്രൊവൈഡിംഗ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇപ്പം മെയിനായിട്ട് ചെയ്തു വരുന്നതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡ്, ക്ലീനിങ് സ്റ്റാഫ്, കെയർ ടേക്കർ, ഇതാണ് നമ്മൾ മെയിനായിട്ട്. പിന്നെ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഞങ്ങൾ അറ്റൻഡർ വിത്ത് സെക്യൂരിറ്റി ഗാർഡ്, ഇതാണ് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ സർവീസ്. ഞങ്ങൾ മെയിനായിട്ട് സർവീസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിങ്ങൽ ബജാജ്, അവരുടെ കല്ലിങ്ങലിൻ്റെ വർക്ക് ഞങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വേറൊരു ക്ലയൻറ്റാണ് കോർഡിയൽ പ്രോപ്പർട്ടീസ്, അവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റും വിത്ത് ഫ്ലാറ്റ് ഞങ്ങളാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതുപോലെ കുറച്ച് ആൾക്കാരുടെ വർക്കുകൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്തവർക്ക് തൊഴിൽ. ഞങ്ങളുടെ ഓഫീസ് ടൈമെന്ന് പറയുന്നത് രാവിലെ ഞങ്ങൾ 9:30 മണിക്കാണ് ഇവിടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകുന്നേരം 6 മണിയാണ് നമ്മുടെ ഓഫീസ് ടൈം. ഇതിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ഞങ്ങൾ പൈസ വാങ്ങിച്ചല്ല ചെയ്യുന്നത്, തികച്ചും സൗജന്യം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ആധാറിൻ്റെ കോപ്പിയും ഒരു ഫോട്ടോയുമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കും. ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ അത് ഓക്കെ ആവുകയാണെങ്കിൽ ഞങ്ങളിപ്പം ജെൻസാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ കൃത്യമായി സെക്യൂരിറ്റി ഗാർഡിൻ്റെ പ്രൊവൈഡിങ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായി അവരെ അവിടെ മെയിനായിട്ട് എവിടെയാണോ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുപോയി അവിടുത്തെ HRO ഹൈ അതോറിറ്റി ആരാണോ അവരെ നമ്മൾ കാണിച്ച് അവർക്ക് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ സൈറ്റിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വർക്ക്. ക്ലീനിങ് ആയാലും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ എല്ലാ സൈറ്റുകളിലും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ആളിനെ പ്രൊവൈഡ് ചെയ്ത് വിടുന്ന രീതിയല്ല. ഞങ്ങൾ എടുക്കുന്ന ആൾക്കാരെ അവിടെ കൊണ്ട് കാണിച്ച് ക്ലയൻറ്റിന് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആളിനെ പ്രൊവൈഡ് ചെയ്യൂ. ഈ ഒരു സർവീസാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്തു വരുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിലും ജോലിയില്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി അവർ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി ഞങ്ങൾ ജോലി കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് സുരക്ഷാ കമാൻഡ് സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ്. 1 മാസം കൊണ്ട് കൈരളി നഗറിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ അത് പേയാട് ജംഗ്ഷനിലേക്ക് മാറിയിരിക്കുന്നു. ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന എല്ലാ ലൈസൻസോടു കൂടിയാണ് ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റും ഞങ്ങൾ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ട്. ഇതുവരെയും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പോയിട്ട് എംപ്ലോയീസിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതാണ്. ഇതുവരെയും നല്ല സർവീസാണ് ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.